ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടിലായിരുന്നു. 24 മണിക്കൂറിന് ശേഷവും ആ ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടിയില്ലാത്തത് ഭൂഷണമാണ്. ഞാൻ ഒരു അക്കാഡമിഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് പഠനങ്ങൾ നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ വിഷയത്തിനെ തുടരുന്നതിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലും ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അത് ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ അല്ല. ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് നീതിപൂർവമായൊരു തിരഞ്ഞെടുപ്പ് വേണമെന്നുള്ളത് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് സുപ്രീം കോടതിയും എല്ലാം സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ 100 കോടി വോട്ടേഴ്സ് ഇനിയും അത് കൂടി വരത്തേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുള്ള സാങ്കത്യങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, സങ്കീർണതകൾ ഇത് നമുക്ക് പഠിച്ചാൽ നമുക്ക് ഈ പെട്ടെന്ന് ചാനലിരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെയോ ഇല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് പോലെയോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ കേരളത്തിലെ പല തിരഞ്ഞെടുപ്പ് പഠനങ്ങളും നടത്തിയ സമയത്ത് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള അപാകതകളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അക്കാലത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഠനങ്ങളൊന്നും നടത്തുന്നില്ല. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 100% ഫുൾ പ്രൂഫായ ഒരു ഇലക്ടറൽ റോള് നമുക്ക് കാണാൻ കഴിയില്ല. അത് ഓരോ സ്ഥലത്തും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ആൾക്കാരെന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാരല്ല. നമ്മൾ മലയാളികൾ പോലും സ്ഥിരമായി നിൽക്കുന്നവർ പോലും താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ മറ്റു സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ തിരഞ്ഞെടുപ്പിനകത്ത് ചെയ്യേണ്ടത് ഇലക്ടറൽ റോള് സംശുദ്ധമാക്കിയാലേ ഈ പ്രശ്നം തീരത്തുള്ളൂ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതിന് നിയമപരമായ സാങ്കത്യമുണ്ട്. ആ നിലയ്ക്ക് ആ വഴിക്ക് പോകാം. പൊതുസമൂഹത്തിൻ്റെ ചർച്ചയ്ക്കകത്ത് ആ വഴിക്ക് പോകാം. നമുക്കെന്തായാലും തിരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടക്കണമെന്നും കഴിയുന്നത്ര രീതിയിൽ തിരഞ്ഞെടുപ്പ് ഇലക്ടറൽ റോൾ പെർഫെക്റ്റ് ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു സർവേ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എത്ര മരണം സംഭവിക്കും, ഒരു ഉദാഹരണം, മരണം സംഭവിക്കുന്നു, ആൾക്കാർ താൽക്കാലികമായി പോകുന്നു, അല്ലാതെ പോകുന്നു. ഇതല്ലാതെ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം ഒരേ അഡ്രസ്സിൽ തന്നെ 100 കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ വലിയ വലിയ നഗരങ്ങളിൽ ഇത്തരം പ്രോബ്ലംസ് എങ്ങനെ കടന്നുകൂടുന്നു? അപ്പോൾ ഇതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടി കൊടുക്കുന്നതിന് അവർക്ക് നിയമപരമായ ചില പരിമിതികളുണ്ട്. ആ രീതിയിൽ അപ്ലൈ ചെയ്ത് വേണം അതിനെ നേരിടാൻ. അത് രാഷ്ട്രീയമായിട്ട് നേരിടാൻ ഇലക്ഷൻ കമ്മീഷന് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ ഇലക്ഷൻ കമ്മീഷനെ ഡിഫെൻഡ് ചെയ്ത് പറയുകയില്ല, പക്ഷേ അവരുടെ ബുദ്ധിമുട്ടുകളും പറയുകയാണ്. തീർച്ചയായും ഇതിൽ നമുക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തി പോകണമല്ലോ. ശ്രീ ഗോപകുമാർ, ഇവിടെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ, താങ്കൾ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളൊക്കെ വരുമ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ എന്നത് ഒരു പക്ഷേ സംഭവിച്ചു പോകാമായിരിക്കാം. വ്യാജവിലാസം, ഒരേ വിലാസത്തിൽ പല പേര്, വ്യക്തമായ ഫോട്ടോ ഇല്ലാത്ത കാർഡ്, വ്യാജ കന്നി വോട്ടർമാർ. 70 വയസ്സുള്ള ഒരാൾ എങ്ങനെയാണ് കന്നി വോട്ടർ ആവുക? അപ്പോൾ അങ്ങനെയുള്ള ക്രമക്കേടുകൾ എന്നത് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പറ്റിപ്പോയ അബദ്ധമാണ്, അതും ഒരു മണ്ഡലത്തിലെ കാര്യം മാത്രമാണ് എന്നത് ഓർക്കണം. അത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് വന്ന പിഴവോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനം, നമുക്കറിയാം വലിയ പ്രക്രിയയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഇത്രയധികം ജനസംഖ്യയുള്ള രാഷ്ട്രമാണ്. അതുകൊണ്ടൊക്കെ വന്നു പോകാവുന്ന കൈപ്പിഴയായി കരുതാൻ പറ്റുന്നതാണ് ഒരു മണ്ഡലത്തിൽ മാത്രം ഇത്രയധികം വോട്ടിൽ വരുന്ന തിരിമറി എന്നത്. തീർച്ചയായിട്ടും ഇത് ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന പിഴയാകാം, അവർക്കുണ്ടാകുന്ന സ്ലിപ്പാകാം, രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പമാകാം, അതല്ലെങ്കിൽ മനഃപൂർവ്വം ആൾക്കാർ പേര് കയറ്റി കൊണ്ടുവരുമ്പോൾ അത് നിയന്ത്രിക്കാത്തതായിരിക്കാം. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു പാർലമെൻ്ററി ജനാധിപത്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനകത്ത് വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് ഇലക്ടറൽ റോള് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകം പരാതി കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും ഉറങ്ങിയിരുന്നിട്ട് പിന്നെ അല്ല പറയേണ്ടത്. ഇല്ലെങ്കിൽ റിസൾട്ട് വന്ന് 45 ദിവസം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒഴിവാക്കി കിട്ടും, സുപ്രീം കോടതി അവരെ ശിക്ഷിക്കില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ച ചെയ്യേണ്ട പാകപ്പിഴ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നായിരിക്കാം. അതല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ BJP തൂത്തുവാരിയില്ലല്ലോ, അവർക്ക് BJPക്ക് നേരിയ ഭൂരിപക്ഷം പോലും കിട്ടിയില്ലല്ലോ, മറ്റ് പാർട്ടികളുടെ സഹായത്തോടെയല്ലേ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണാതെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള പിഴ, ഉദ്യോഗസ്ഥർ അധ്യാപകരെയല്ലേ നിയമിക്കുന്നത്, അവർക്ക് എത്ര ഉത്തരവാദിത്വമുണ്ട് ഈ സമയത്ത്? ഓടി പടച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടങ്ങ് പോകും. അതിനപ്പുറം ഞാനിത് നേരിട്ട് ഇലക്ടറൽ റോളിലെ കാര്യങ്ങൾ നേരിട്ട് ഞാൻ ചില സമയത്ത് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത് വിശ്വസിക്കാതെ ഞാൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഒരു വീട് പോലും ഇല്ല. തിരുവനന്തപുരത്ത് ശാസ്താംകുളത്തൊരു കാര്യമാണ് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രായോഗികമായിട്ട് ഫീൽഡ് എക്സ്പീരിയൻസ് കുറച്ച് എനിക്ക് ഉള്ളത് കൊണ്ട് പറയാം. ഇത് പൊതുസമൂഹത്തിന് ഇതിനകത്ത് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഇലക്ട്രൽ റോള് സംശുദ്ധമാകണം. അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ എത്ര പേര് മരിച്ചു എന്നോ ഇല്ലെങ്കിൽ പെർമനൻ്റ്ലി പോയി എന്നോ ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റ് ഉണ്ടോ അറിയാവുന്നിടത്തോളം അവർക്ക് ചലഞ്ച് ചെയ്യണം. തീർച്ചയായിട്ടും ഒരൊറ്റ കാര്യം കൂടി ശ്രീ ഗോപകുമാർ, എന്തായാലും 6 മാസത്തെ തയ്യാറെടുപ്പ് പഠനം, പല തെളിവുകളും ആവശ്യപ്പെട്ടിട്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ട വിധം നൽകിയിട്ടില്ല എന്ന ആരോപണമുണ്ട്. അതിനുശേഷം സ്വയം ആർജിച്ച തെളിവുകൾ അത് വിശകലനം ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത്ര വലിയ ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ കമ്മീഷന്റെ അസ്തിത്വം തന്നെ, അല്ലെങ്കിൽ അവർക്ക് നേരെ ഉയരുന്ന ചോദ്യമാണ്, അവർ രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നു, അവർ ഒരാളുടെ ഏജന്റായി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന ആരോപണമാണ് കമ്മീഷനെതിരെ ഉയരുന്നത്. അതിൽ വ്യക്തത വരുത്താനുള്ളൊരു ഉത്തരവാദിത്തം കമ്മീഷനില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അവരുടെ വെബ്സൈറ്റ് നോക്കി അവരെ കുറേ ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവരതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒപ്പിട്ട് പരാതി തരണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒപ്പിട്ട പരാതി തന്നാൽ അവർക്ക് അന്വേഷിക്കാനുള്ള സാങ്കത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനോ പ്രതിപക്ഷ പാർട്ടിയോ കോടതിയിൽ ചെന്ന് ഇത് കണ്ടസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ റൂൾസ് അനുസരിച്ച് ഒരു കൃത്യ ദിവസങ്ങളുണ്ട്. അത്രയും ദിവസങ്ങൾക്കകം ഇതിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളും എത്തേണ്ടതാണ്. ഇത് രാഷ്ട്രീയമായിട്ട് ഒരു കൊടുങ്കാറ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റൊരു മുറിവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ. ബ്യൂറോക്രസി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, കോടതികൾ ഇമ്പോർട്ടൻ്റ് ആണ്, പാർലമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കാൻ പൊതുസമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്, ഇലക്ഷൻ കമ്മീഷനും ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അവർക്കൊരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല, അവർക്കതിൻ്റെ ആവശ്യവുമില്ലായിരിക്കാം. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഇത് ചർച്ച വരുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണ്. കാരണം എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കും എന്നുള്ളത് കൊണ്ടാണ്. ശരി.